നമ്മളിപ്പോൾ കട്ടപ്പനയിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഇതേ വരുന്ന വഴി ഇതേ കാൽവരി മൗണ്ടിൽ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇതേ കാൽവരി മൗണ്ടിലോട്ട് കയറുവാണ്. നമുക്ക് പോകേണ്ട വഴി താഴോട്ടാണ്, എറണാകുളം റൂട്ടിലോട്ടൊക്കെ പോകുന്ന വഴി. അപ്പോൾ നമ്മൾ കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ എന്താ പറയുക, കട്ടപ്പനയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാൽവരി മൗണ്ട് കഴിഞ്ഞിട്ട് ഇടുക്കി ഡാം സൈറ്റ്, അങ്ങനെ ചെന്ന് ലോവർ പെരിയാർ, അങ്ങനെയാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാൽവരി മൗണ്ടിലോട്ട് ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡാണ്. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട്. നമുക്ക് സൈഡ് വഴി കാണാം ഒരുപാട് പിള്ളേര്. ഇത് ഞങ്ങൾ ചെല്ലുന്ന ദിവസം ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നുണ്ടായിരുന്നു. ഒരു ബസ്സൊക്കെ താഴെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ബൈക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഈ വണ്ടി ഓടിച്ച് കയറുന്നത്. കാറാണെങ്കിലും കയറി പോകും, ബസ് കയറി വരില്ല. നമ്മളപ്പോൾ അതുകൊണ്ട് ബൈക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം, നമുക്ക് എതിരെ ഒരു കാർ വരുന്നുണ്ട്. കണ്ട, കാറിന് ഞങ്ങൾ സൈഡ് കൊടുത്തു, കാർ കടന്നു പോയി. നമ്മളിങ്ങനെ നേരെ കയറി ചെല്ലുമ്പോഴാണ് ഇത് കാൽവരി മൗണ്ടിലിട്ട് ഉള്ള റോഡ് എൻട്രി. അതെ, ചെറിയ പ്രശ്നമുണ്ട് റോഡ്. എന്നാലും ചെറിയൊരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. സൈഡിലൊരു തേയിലത്തോട്ടം കാണുന്നുണ്ട്. അവിടെ ഒരു സ്ട്രക്ചറൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, അതൊരു കപ്പല് പോലെ പഴയ വാസ്കോഡ ഗാമയുടെ ഒക്കെ ആ ഒരു ടൈപ്പ് കപ്പൽ പോലത്തെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൊത്തി വെച്ചല്ല, സിമെന്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നേരെ പോകുമ്പോൾ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് ഒരു കുരിശുമലയാണ്. ഒരു കുരിശിപ്പോൾ അവിടെ കണ്ടിരുന്നു, അതിൻ്റെ ഒരു കുരിശ്, കാൽവരി മൗണ്ട് കുരിശുമല. അപ്പോൾ അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലോട്ടൊക്കെ പോവാം. നമ്മൾ അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ. നേരെ നോക്കുമ്പോൾ മുകളിലോട്ട് വളയുന്ന അവിടെ രണ്ടാമത്തെ കുരിശ് കാണുന്നുള്ളൂ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാൽവരി മൗണ്ടിൻ്റെ വ്യൂ പോയിന്റിലോട്ട് എത്തുകയാണ്. നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നമ്മൾ ഗ്ലാമർ കൊണ്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് ഈ കയറ്റം കയറിയില്ല. രമ്യ നടന്നാണ് വന്നിരുന്നത് അങ്ങോട്ട്. ഞാൻ ബൈക്കിൽ കയറിപ്പോയി. ഞങ്ങളിപ്പോൾ കാൽവരി മൗണ്ടിലാണുള്ളത്. കാൽവരി മൗണ്ട് ആൾക്കാർ കുറവാണ്, എന്നാലും ഇന്ന് ആൾക്കാർ കുറവാണ്. കുറച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട്. അതെ, കാൽവരി മൗണ്ടാണ്. കട്ടപ്പന ഇടുക്കി റൂട്ടിലുള്ള കാൽവരി മൗണ്ട്. ഞങ്ങളപ്പോൾ വർക്കിൻ്റെ ഭാഗത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പോവാം. ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. വണ്ടി യാത്ര ചെയ്യുമ്പോൾ, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തണുപ്പുണ്ട്. അല്ല, ഇപ്പം നടക്കുമ്പോഴും തണുപ്പില്ലേ? തണുപ്പുണ്ട്. നമ്മുടെ വഴികളൊക്കെ ഇങ്ങനത്തെ വഴികളാണ്, നടന്നു കയറുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നീലക്കുറിഞ്ഞ് പൂക്കുന്ന സമയമാണ്, പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ എടുക്കുമെന്ന്. ഇതാണ് കാൽവരി മൗണ്ടിൻ്റെ ഭംഗി. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത് വലിയ മലനിരകൾ, താഴെ വെള്ളം കിടക്കുന്നു. ഇതാണ് അതിൻ്റെ ഭംഗി. മലനിരകൾ, താഴെ വെള്ളം കിടക്കുന്നു. കാണുന്നുണ്ടെന്ന് ഒന്നും വീഡിയോയിൽ എന്തായാലും എന്നാ രസമാണെന്നറിയാമോ കാണാനായിട്ട്, പറഞ്ഞറിയിക്കാം കേട്ടോ. അവിടെ ആ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊക്കെ മലനിരകളാണ്. മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. നല്ല ഹൈറ്റിലും വെള്ളം എന്ത് രസമല്ലേ കാണാൻ. വെള്ളമാണ് ഈ കിടക്കുന്നത്. വെള്ളം തോന്നില്ല, ഇങ്ങനെ വരച്ചു വെച്ച പോലെ ഇരിക്കുന്നത്. ഈ മുകളിൽ കാണുന്നത് മലയാണ്. പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കണ്ട് മനസ്സിലാക്കുന്നതാണ് ഭംഗിയുടെ. അവിടെ ഒരു ഇരിപ്പിടമുണ്ട്. തേയിലത്തോട്ടം അകലെ നിന്ന് നോക്കണം. അപ്പോൾ
ഇതുണ്ടോ ഈ കെട്ടിടം പോലത്തെ പുറകുവശത്ത് കാണുന്നത് തേയിലത്തോട്ടമാണ്. എന്ത് രസം കാണാനായിട്ട്, അടുക്കി വെച്ച പോലെ ഇരിക്കും. ഏതാണ്ട് പരവതാനി വിരിച്ച പോലെ ഇരിക്കുന്നു. രസമുണ്ട് കാണാനായിട്ട്. ആ തൂണ് പറിച്ചിട്ട് പോവാം. അതാ പാറയിൽ ആ തൂണ് ഉറപ്പിച്ച് ചേർത്തേക്കുന്നത്. ആ പാറ ആടുന്നുണ്ട്. ഞാൻ പേടിച്ചു പോയി. അത് ഈ കിടക്കുന്നൊക്കെ വെള്ളമാണ്. ആ ഭാഗത്ത് കണ്ടോ, ആ വെള്ളം കിടക്കുന്ന ഭാഗത്ത് മഞ്ഞ് ഇറങ്ങിയിരിക്കുക. ചെറിയ കോട പോലെ ഉണ്ടോ, ഒരു മൂടൽ പോലെ, പുക പോലെ കാണുന്നത് കോട. എല്ലാവരും നിൽക്കുന്നുണ്ട്. തണുത്ത കാറ്റ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് നേരെ താഴോട്ട് ഒരു പാറയാണ്. ഇവിടെ നമ്മൾ പുറത്തോട്ട് പോകുന്നത് ഇതാ കാണുന്ന വഴി. ഇവിടെ ഇങ്ങനെ വന്നിട്ട് കടന്നിട്ട് പുറത്തോട്ട് പോകും. എന്താണ് അങ്ങനെ വെച്ചേക്കണത്? ക്രിസ്തുവിൻ്റെ 14 കുരിശ് ചുമന്നുകൊണ്ട് പോയതിൻ്റെ 14 സ്ഥലങ്ങളാണത്. അതിലെ കുരിശുമലയിലെ 14 കുരിശിൻ്റെ വഴിയിലെ 14 കുരിശുകൾ, അല്ലെങ്കിൽ 14 സ്ഥലങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലതേ കുരിശുമല. ആ മുകളിലിരിക്കുന്ന കുരിശോ? മുകളിലിരിക്കുന്ന കുരിശ് 15ാമത്തെ കുരിശാണ്. അവിടെ കൊണ്ട് തീരുവാണ്, മറ്റേ കുരിശിൻ്റെ വഴി തീരുവാണ്.